ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കുരു വെച്ചിട്ടൊരു പ്രയോഗമാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണേ, ചക്കക്കുരു ഫ്രൈ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് കഷ്ടപ്പെട്ട് തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, ഇതിനെ ഒന്ന് പൊളിച്ചെടുക്കണം. ഇങ്ങനെ രണ്ടാക്കി പൊളിക്കാനാണ് കേട്ടോ പറഞ്ഞത്. ഇത്തിരി പണിയുള്ള ഇതാണ് കേട്ടോ. ഇങ്ങനെ എല്ലാം ഒന്ന് പൊളിച്ചെടുക്കാം. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ വായുമലിനീകരണം ഒന്നും ഉണ്ടാക്കിയിട്ട് എന്നെ പറയരുത് കേട്ടോ. ഞാനിതൊന്ന് എല്ലാം ഒന്ന് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനപ്പോൾ ഇത് നേരത്തെ പൊളിച്ച് വെച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം എന്ന്. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഫോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത്. കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അന്തരീക്ഷ മലിനീകരണം ഒന്നും വരണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ ഇത്തിരി കൂടുതൽ വെളുത്തുള്ളി ഇട്ടത്. അപ്പോൾ ഞാനത് ഇതിലോട്ടാട്ടോ ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ടിട്ട് ചതച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒലക്കൊക്കെ വെച്ചിട്ട് ഇത്രയും മതി. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ട ഒരാവശ്യത്തിന് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മതി. പിന്നെ ഒരു ലേശം മുളക് പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ. ഉള്ള എരിവിനനുസരിച്ചിട്ട് ഇത് നല്ല എരിവുള്ളതാട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് വേണ്ടത്. പക്ഷേ എൻ്റെ അടുത്ത് ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ ചിക്കൻ മസാല വാങ്ങിക്കാറില്ല. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, മതി അല്ലേ. അപ്പോൾ ഇതൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളമോ എണ്ണയോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. എണ്ണയാകുമ്പോൾ ഒന്നും കൂടെ പറ്റി പിടിച്ചിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത്രയും എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ എണ്ണ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് കഴുകി വെച്ച ചക്കക്കുരും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്നിങ്ങനെ വെക്കാം, ഒന്ന് പിടിക്കട്ടെ അല്ലേ, ഉപ്പും മുളകെല്ലാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈയൊന്നും വറുക്കാത്തത് കൊണ്ട് കൈ ഒന്ന് കഴുകിയിട്ട് വരാം അല്ലേ. ചക്കക്കുരു മാത്രമല്ലേ വറുക്കണുള്ളൂ. കൈ ഒന്ന് കഴുകട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരമായിട്ടോ, കുറച്ച് പണികളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 1/2 മണിക്കൂറായി. ഞാൻ ഇവിടെ ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത്ര എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഞാൻ ഇതിൻ്റെ തൊലി ഇതൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ചുമന്ന തൊലിയില്ലേ, ആദ്യമൊക്കെ ഞാൻ ഇതൊക്കെ എല്ലാം ചുരണ്ടി ക്ലീൻ ഷേവ് ആക്കുമായിരുന്നു. ചക്കക്കുരുവിനെ ഒന്ന് കുട്ടപ്പനാക്കിയിട്ടൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പറയേണ്ടത് ഇതൊന്നും കളയരുത്, കഴിക്കുന്നത് നല്ലതാണ്. ഈ സാധനം ചുമന്നത് കഴിച്ച് നമ്മൾ ക്യാൻസറിനെ ചെറുക്കാനുള്ള ശക്തി ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാനും കളഞ്ഞിട്ടില്ല കേട്ടോ. നമുക്കിത്തിരി പണിയും കൂടെ എളുപ്പമാണെന്ന് വെച്ചോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ചിട്ട്
ഇതൊന്ന് കിടന്ന് വേവട്ടയല്ലേ. പിന്നെ വേവ എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല കേട്ടോ. നമുക്ക് കുറച്ച് നേരം വെച്ച് നോക്കാം. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് നല്ല ടേസ്റ്റാണെന്നാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ പിന്നെയും ഉണ്ടാക്കി കഴിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ. അത് ഏകദേശം ആയ പോലെ ഉണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ ബാക്കിയുള്ളതും കൂടി എണ്ണയിലിട്ട് കൊടുക്കാം നമുക്ക്. കഴിഞ്ഞു കേട്ടോ, അത്രയേ ഉള്ളൂ ഞാൻ എടുത്തത്. പരീക്ഷണമല്ലേ, അപ്പോൾ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാമല്ലോ അല്ലേ. അതൊന്ന് ചൂടാറട്ടെ കേട്ടോ. ഇതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നന്നായിട്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാ. ഇപ്പോൾ 2-3 ആയി കഴിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചക്കക്കുരു എന്ന് പറഞ്ഞിട്ട് അസാൾട്ടാക്കി കളയണ്ട. നല്ല വിറ്റമിനൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ സീസണിൽ മാത്രമല്ലേ കിട്ടുള്ളൂ അല്ലേ, നമുക്ക് എപ്പോഴൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഓരോന്നും അതാത് സീസണിൽ നമ്മളെല്ലാം കഴിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് വറുത്ത് പറയാം. എനിക്ക് തോന്നുന്നു ഇതൊന്നും മതിയാവും തോന്നുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ അത് ആദ്യമായിട്ടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ചുണ്ടാക്കി നോക്കിയത്. ഒരു പരീക്ഷണം. സംഭവം സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഒന്ന് കഴിച്ച് നോക്കൂ. പിന്നെ വല്ല പൊട്ടലും ചീറ്റുകളൊക്കെ ഉണ്ടാവും, അതിനൊന്നും എന്നെ പറയരുത് കേട്ടോ. അതൊക്കെ സ്വാഭാവികമാണ്. അതാന്ന് പറഞ്ഞിട്ടൊന്നും കഴിക്കാതിരിക്കരുത്. സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്ക് ബൈ. എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ഉണ്ടാവണേ.